بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ورضي الله تعالى عن القطب المكتوم والبرزخ المختوم والخاتم المحمدي المعلوم أبي العباس أحمد بن محمد التجاني الشريف الحسني وعن جميع ذريته وخلفائه ومقدميه وفقرائه أجمعين سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب نشهد أن لا إله إلا الله ونشهد أن محمد رسول الله اللهم صل وسلم وبارك عليه ബഹുമാന്യരായ ആദരണീയരായ മുഖദ്ദമീങ്ങളെ അതുപോലെ സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളെ ഫുഖറാക്കളായ സാദാത്യങ്ങളെ, നമ്മൾ ബഹുമാനപ്പെട്ട അൽ ആരിഫു ബില്ലാഹ് അൽ ഖുതുബ് സയ്യിദി മുഹമ്മദ് അൽ ഹാഫിദ് അത്തിജാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖസ്ദുസ് സബീൽ വ ഫസ്ലുൽ മഖാൽ എന്ന കൃതികളുടെ ആ കൃതികളെ അവലംബമാക്കിയിട്ടുള്ള ദർസിൻ്റെ 17ാമത്തെ ദർസിലാണ് നമ്മളുള്ളത്. ബഹുമാനപ്പെട്ട പരിശുദ്ധ തിജാനിയത്തിൻ്റെ നിബന്ധനകളിൽ ആദ്യ വിഭാഗമായ വിശിഷ്ടമായ ബന്ധത്തിന്, ഷെയ്ഖും മുരീദും തമ്മിലുള്ള വിശിഷ്ടമായ ബന്ധത്തിൻ്റെ നിദാനമാകുന്ന, അടിസ്ഥാനമാകുന്ന നിബന്ധനകളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതിൽ രണ്ടാമത്തെ നിബന്ധന, അതാണ് ഇപ്പോൾ കഴിഞ്ഞ ദർസിൽ നമ്മൾ സംസാരിച്ചു വന്നത്. അതെന്താണ്? അത് അയ്യഖ്തസിറ മിൻ സിയാറത്തിൽ ഔലിയാ അൽ അഹ്യാ വൽ അംവാത് അലാ മൻ അദിന ശൈഖുഹു ഫി സിയാറതിഹി എന്നുള്ളതാണ്. അഥവാ സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ നമുക്ക് സമ്മതം നൽകിയിട്ടുള്ള മഹാത്മാക്കളിൽ മാത്രമാക്കി സിയാറത്തിനെ പരിമിതപ്പെടുത്തുക. തങ്ങൾ സമ്മതം നൽകിയിട്ടില്ലാത്ത മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യാതെ അവരിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവിടെ സ്ഥാനമാനങ്ങൾ വെച്ച് കൊടുക്കുകയും ചെയ്യുക. ഇങ്ങനെ നമ്മൾ സിയാറത്ത് ചെയ്യാതിരിക്കുന്നത് മതപരമായി നിഷിദ്ധമാണെന്നോ കറാഹത്താണെന്നോ വിശ്വസിക്കാതിരിക്കുക. മറിച്ച് അത് എന്താണ്? മൻ ആണ് എന്നും പറഞ്ഞു. ഇനി ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഹാഫിദ് തിജാനി റളിയല്ലാഹു അൻഹു ഖസ്ദുസ് സബീലിൽ ബാക്കി ഭാഗം തുടരുകയാണ്. മഹാൻ പറയുന്നു, കഴിഞ്ഞ ദർസിൽ മഹാൻ അവർകൾ പറഞ്ഞത്, പിന്നെ നിരവധി മഹാത്മാക്കള് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ത്വരീഖത്തിൽ മാത്രം ഉള്ള ഒരു നിബന്ധനയല്ല. ഏത്? ഷെയ്ഖ് അനുവാദം നൽകിയവരിലേക്ക് മാത്രമായി സിയാറത്തിനെ ചുരുക്കുക എന്നുള്ളത് തിജാനിയത്തിൽ മാത്രമുള്ള ഒരു നിബന്ധന എന്ന് മനസ്സിലാക്കരുത്. മറിച്ച് ഈ ഒരു നിബന്ധന എല്ലാ ത്വരീഖത്തിന്റെ അഹ്ലുകാരും അതിലെ അകാബിറുകളും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് മഹാൻ പറഞ്ഞത്. എന്നിട്ട് കുറെ മഹാത്മാക്കളെ ഒരു എണ്ണി പറഞ്ഞു. അവരൊക്കെ ഈ വിഷയം സ്പഷ്ടമാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ്ന മുഹിയുദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു, അലിയുൽ ഖവാസ്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് സറൂഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ അജീബ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ദർദീർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഒരുപാട് മഹാന്മാർ ഇക്കാര്യം സ്പഷ്ടമാക്കി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം മുത്തഫഖുൻ അലൈഹിയായ ഒരു വിഷയമാണ്. അഥവാ മശായിഖുമാരുടെ ഇടയിൽ
ഇതാണ് പറഞ്ഞു വന്നത്. എന്നിട്ട് മഹാൻ തുടരുന്നു, وليس ذلك الاقتصار إلا أدبا من آداب أهل التربية. ആര് പറയാണ്? മുഹമ്മദുൽ ഹഫീദ് തിജാനി തങ്ങൾ. ഇങ്ങനെ ഷെയ്ഖ് പറഞ്ഞ മശായിഖുമാരിൽ മാത്രം, മഹാത്മാക്കളിൽ മാത്രമായി സിയാറത്തിനെ ചുരുക്കണം എന്ന ഈ നിബന്ധന ഉണ്ടല്ലോ, ഈ പരിമിതപ്പെടുത്തൽ, അത് യഥാർത്ഥത്തിൽ തർബിയത്തിന്റെ വക്താക്കളുടെ മര്യാദകളിൽപ്പെട്ട ഒരു മര്യാദയല്ലാതെ മറ്റൊന്നുമല്ല. ഇതൊരു മര്യാദയാണ്, ഒരു അദബ്. മനസ്സിലായില്ല? അതിന് പിന്നെ മറ്റ് ശറഇന്റെ നിയമങ്ങളോ മറ്റോ വെച്ചുള്ള ഒരു പരിഗണനയിലൂടെയല്ല ഇത് വരുന്നത്, മറിച്ച് അദബാണ്. അദബ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മള് ശറഇലെ തഹരീമോ കറാഹത്തോ ഒന്നും നോക്കിയിട്ടല്ല അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യരുത്. ശറയിൽ ഇത് സുന്നത്തായൊരു വിഷയമാണ്. പക്ഷെ മഹാത്മാക്കള് അത് തടയുന്നുണ്ട്. തടയുക എന്ന അർത്ഥത്തിലൂടെയാണ് നമ്മളതൊക്കെ വിശദീകരിച്ചിരുന്ന്. ഭർത്താവ് ഭാര്യയെയോ മാതാപിതാക്കള് മക്കളെയോ ഒക്കെ നന്മകളിൽ പോലും മറ്റതിനേക്കാൾ മുന്തിയ നന്മയോ ഗുണമോ പരിഗണിച്ചിട്ട് തടയും. ആ ഒരു ഇനത്തിൽ വരുന്നതാണ് ഇതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇത് മുറബികളായ തർബിയത്തിന്റെ അഹലുകാരുടെ ആദാബുകളിൽപ്പെട്ട ഒരു അദബ് എന്നല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഒരിക്കല് നമ്മൾ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ത്വരീഖത്തിന്റെ വക്താവ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയെ കാണാൻ പോയി. ഒരു വ്യക്തിയെ വർഷങ്ങൾക്ക് മുന്നെയാണ്. അയാൾ കാണാൻ പോയപ്പോൾ അയാൾ, നിങ്ങളെ ത്വരീഖത്തിൽ സിയാറത്തില്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മളെ ത്വരീഖത്തിൽ സിയാറത്തുണ്ട്. സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു സമ്മതം നൽകാത്തവരിലേക്ക് മാത്രമായിട്ട് നമ്മൾ എന്താവുള്ളൂ, സിയാറത്തിനെ ഉപേക്ഷിക്കുന്നുള്ളൂ. അങ്ങനെയല്ല, അഹ്മദ് തിജാനി തങ്ങൾ എതിർത്തിട്ടുണ്ട്. ഒരു പ്രഖ്യാപനമാണ്. ഇപ്പൊ അങ്ങനെയാണില്ല, തെളിവൊന്നും വേണ്ട. ഒരാളിങ്ങനെ കുറച്ച് കിതാബുകളൊക്കെ ഒന്ന് നോക്കി തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4 ആള് അവര് പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രഖ്യാപനങ്ങൾ അഹലുകാരാണ്. എല്ലാം പ്രഖ്യാപനമാണ്. അങ്ങനെ അല്ല, അങ്ങനെയാണ്, തെളിവൊന്നും ചോദിക്കരുത്. ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയാണ് ഇവര് കുജ്ജകളായി രംഗത്ത് വരുന്നത്. മനസ്സിലായ? പ്രഖ്യാപനം. ഈ പ്രഖ്യാപിക്കാൻ നീ ആര്, നിനക്കെന്ത് അടിസ്ഥാനം, അതൊന്നും ചോദിക്കരുത്. പ്രഖ്യാപനം തന്നെ, ഒറ്റ പ്രഖ്യാപനമാണ്. അത് ഇവര് മാത്രം, എല്ലാവരും ഒക്കെ പ്രഖ്യാപനത്തിന്റെ ആൾക്കാരാണ്. ഒരു തെളിവും വേണ്ട. അപ്പൊ സയ്യിദി അഹ്മദ് തിജാനി തങ്ങൾ എന്ത് സിയാറത്തിനെ എതിർത്തുന്നു, എന്തൊക്കെയാണ് ഈ പറയണ? എവിടെ മഹാൻ എതിർത്തുന്ന്, ആര് എതിർത്തുന്ന്? അങ്ങനെ തിജാനികൾക്ക് എതിർപ്പുണ്ടെങ്കിൽ തിജാനികൾ പിന്നെ മദീന മുനവറയിലേക്ക് പോവോ? സയ്യിദി അഹ്മദ് തിജാനി തങ്ങൾ സിയാറത്ത് ചെയ്യോ? സ്വഹാബത്തിനെ സിയാറത്ത് ചെയ്യോ? അല്ലെങ്കിൽ തിജാനിയത്തിന്റെ മഹാത്മാക്കൾ സിയാറത്ത് ചെയ്യാൻ പോവോ? വെറുതെ ഇങ്ങനെ പറയാ. അങ്ങനെ സയ്യിദി അഹ്മദ് തിജാനി തങ്ങൾ എന്നല്ല ഒരു മഹാത്മാക്കളും അങ്ങനെ സിയാറത്തിന് എന്താക്കിയിട്ടില്ല, തടഞ്ഞിട്ടില്ല. മറിച്ച് മറ്റ് മഹാത്മാക്കൾ ത്വരീഖത്തിന്റെ അദബിൽ എണ്ണിയിട്ടുണ്ട്, ഷെയ്ഖ് പറഞ്ഞതിൽ മാത്രമായിട്ട് സിയാറത്തിനെ ചുരുക്കണം. സിയാറത്ത് മാത്രമല്ല, ഒരു സാലിക്കായ ഒരു മുരീദ് ഷെയ്ഖ് എന്താണോ അവന് നിർണയിച്ചു കൊടുക്കുന്ന അമലുകൾ, അതിൽ വേണം അവൻ എന്താ വേണ്ടത്, ചലിക്കേണ്ടത്, ചെയ്യേണ്ടത്. അതിലൂടെയാണ് അവന്റെ വിജയം. മനസ്സിലായ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഷെയ്ഖ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എതിർക്കലായി എന്നിങ്ങനെയുള്ള ഒരു മോശം ഗ്രാഹ്യത ഒരിക്കലും നമ്മൾ വെച്ചു പുലർത്തരുത്. ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അംഗീകരിച്ചു കൊടുക്കരുത്, എതിർക്കണം. അങ്ങനെ സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു സിയാറത്തിന് എന്താക്കിയിട്ടില്ല, എതിർത്തിട്ടില്ല. എതിർത്തിട്ടെങ്കിൽ കാണിക്കട്ടെ, തങ്ങള് എത്ര വിഷയങ്ങൾ എതിർക്കുന്നുണ്ട്. സയ്യിദി അഹ്മദ് തിജാനി തങ്ങൾ മാലിക്കി മദ്ഹബിനോട് യോജിച്ചാണ് മഹാനവർകള അമലുകളൊക്കെ കാണാവുന്ന. എന്നിട്ട് പോലും മാലിക്കി മദ്ഹബിലെ പല പ്രസിദ്ധമായ മസ്അലകളിലും വേറിട്ട്
മറ്റ് മദ്ഹബുകളുടെ നിലപാടിനോട് യോജിച്ച് ആര് പോയിട്ടുണ്ട്? സയ്യിദി അഹമ്മദ് തിജാനി തങ്ങൾക്ക് എന്തേ അത് പറയുന്നതിന് പ്രശ്നം? ഉദാഹരണം, നിസ്കാരത്തില് ബിസ്മി ഓതുന്ന വിഷയത്തില് മാലിക്കി മദ്ഹബിന്റെ പൊതു പ്രസിദ്ധ നിലപാടല്ല ആർക്കുള്ളത്? ഒരു മാലിക്കി ഫഖീഹായിട്ട് അറിയപ്പെട്ടിട്ട് കൂടി മഹാനവർകൾ ഈ വിഷയത്തില് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണത്തിനോട് യോജിച്ച രൂപത്തിലാണ് മഹാന്റെ വീക്ഷണം വന്നിട്ടുള്ളത്. മനസ്സിലായ? അങ്ങനെ സിയാറത്തിനെ എതിർക്കുന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായത് കാണാം. അങ്ങനെ മഹാനവർകൾ എവിടെ എന്തായിട്ടില്ല, ആകെ കൂടെ ഈ ത്വരീഖത്തിന്റെ ഷർത്തുകളിലായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. അങ്ങനെ അല്ല തങ്ങൾ എതിർത്തു എന്ന് വാദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരും സിയാറത്തിനെ എതിർത്തു എന്ന് പറയേണ്ടി വരും. ആരൊക്കെ? ഇബ്നു അറബി റളിയല്ലാഹു അൻഹു, ഇബ്നു അജീബ തങ്ങള്, ഇബ്നു അജൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ദർദീർ തങ്ങള് ഒക്കെ, അബ്ദുൽ അസീസ് ദബ്ബാ തങ്ങള് കണ്ട. അപ്പൊ അങ്ങനെ ഒന്നില്ല. എടുത്തെടുത്ത് ഞാൻ പറയുന്നത് എന്താണ്, അങ്ങനെയൊക്കെ ആരോപിച്ചു കളയും. ഏത് ഈ പ്രഖ്യാപനത്തിന്റെ വക്താക്കള് അവര് ചിലപ്പോ കണ്ണുരുട്ടിയായിട്ടായിരിക്കും പറയാ, കണ്ണുരുട്ടി പറയും. ചിലപ്പം നിങ്ങൾക്കറിയില്ല, ഞാനതൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ അതൊക്കെ കേട്ടാലും നമ്മക്കാണ് നമ്മളെ ഉപ്പായ അറിയാം, അവർക്കല്ല. മനസ്സിലായി? അതുകൊണ്ട് അവരെത്ര പറഞ്ഞാലും തെളിവ് കൊണ്ടുവരാം. കുൽ ഹാതു ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ. എവിടെ പറഞ്ഞു? എവിടെയാണ് നിങ്ങൾ പറഞ്ഞത്? കാണിക്ക്. അങ്ങനെ സിയാറത്തിനെതിർ കാണിക്കട്ടെ. അവര് വെറുതെ പ്രഖ്യാപിക്കല. നിങ്ങൾ പ്രഖ്യാപനം എന്ന് പറഞ്ഞ വാക്ക് മനസ്സിലായ? അടിച്ചിട്ടങ്ങ് പറയല് തന്നെ, തള്ളല് തന്നെ. അനുവദിക്കരുത്. അങ്ങനെ ഒരു വിഷയം തിജാനിയത്തിൽ എന്തില്ല? ഇല്ല. നമ്മൾ എന്തുമാത്രം അതിന്റെ ബാബിലൂടെ തർബിയത്തിന്റെ അഹലുകാരുടെ അഥവായത് കൊണ്ട് മാത്രമാണ് ഇത് സിയാറത്ത് എന്താക്കുന്നത്? പരിമിതപ്പെടുത്തുന്നത്. ആ പ്രയോഗം തന്നെ അൽ ഇഖ്തിസാർ. ആരിൽ മാത്രമായി? അംബിയാക്കളിലും സ്വഹാബത്തിലും തിജാനികളിലും മാത്രമായി സിയാറത്തിനെ പരിമിതപ്പെടുത്തുന്നത്. കണ്ട? അപ്പോ ഇബാറത്ത് കണ്ടല്ല, വലൈസ ദാലികൽ ഇഖ്തിസാറു ഇല്ല അദബൻ മിൻ ആദാബി അഹ്ലി അത്തർബിയ. കണ്ടല്ലോ? എന്നിട്ട് മഹാൻ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ആണോ ഈ നിബന്ധന വെച്ചിട്ടുള്ളത്? അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഈ നിബന്ധന യഥാർത്ഥത്തിൽ ത്വരീഖത്തിന്റെ ഔറാദുകളും അതിന്റെ നിബന്ധനകളും ആരാണ് നിർണയിച്ചു കൊടുത്തിട്ടുള്ളത്? നമ്മളെ ഈ ത്വരീഖത്തില് ആര്? സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾക്കാണ്. തങ്ങൾ പറഞ്ഞത് ഉദ്ധരിച്ചു തരിക മാത്രമാണ് ആര് ചെയ്തിട്ടുള്ളത്? അതിനെ ഒരു തരത്തിലും മാറ്റം വരുത്താൻ സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങള് തയ്യാറുമല്ല. അപ്പൊ തങ്ങള് നമ്മളെ ഈ ത്വരീഖത്തില് സിയാറത്ത് പരിമിതപ്പെടുത്താൻ പറഞ്ഞു, നമ്മളത് ചെയ്യുന്നു. അതെന്തിന്, എന്തുകൊണ്ട് അങ്ങനെ? ഈ ചോദ്യം പോലും നമ്മൾ എന്താവൂല ചെയ്ത. അതൊരു മുരീദിന്റെ സ്വഭാവം അല്ല. അത് അങ്ങനെ തങ്ങൾ പറയാൻ കാരണം, ഇങ്ങനെ പറയാൻ കാരണം, അതൊന്നും ഒരു മുരീദിന്റെ എന്തല്ല സ്വഭാവമല്ല. പിന്നെ അദബില്ലാത്ത കുറെ ആൾക്കാർ എന്തൊക്കെയാ പറയും. ഇപ്പൊ നമ്മളെ ഇവിടെ തൊട്ടടുത്ത ഒരു മുദരിസ് ഉണ്ട്. അയാൾ വലിയ പ്രഭാഷകനും കുറെ ശിഷ്യന്മാരും ഉണ്ട്. ഈ ആള് മറ്റൊരു പ്രഖ്യാപനത്തിന്റെ ആളാണ്. ആളെ മനസ്സിലായില്ലേ? തൊട്ടടുത്തുള്ള അയാൾ ഒരു പ്രസംഗത്തിൽ പറയാണ്, ചില തിജാനികൾ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയല്ല, അത് ശരിയല്ല. ഇങ്ങനെ പ്രഖ്യാപിക്കുക. രണ്ട് വിഷയം. ഒന്ന്, ഇത് പറയും ഇയാളാണ് ഒരു ത്വരീഖത്തിന്റെ നിയമത്തെ ആണോ അല്ലേ, അതിലുണ്ടോ ഇല്ലേ എന്ന് പറയാൻ ഇയാളാര്? ഇയാൾ തിജാനിയ അല്ലെ? ഇയാൾ മുഖദ്ദമ? അല്ലെങ്കിൽ തിജാനിയത്തിന്റെ വിഷയങ്ങൾ പറയാനുള്ള അറിവ് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടോ? എവിടെ ഇജാസത്ത്? ഈ തിജാനിയത്തിന്റെ വിഷയം സംസാരിക്കാനുള്ള ഇജാസത്ത് നിങ്ങൾക്ക് ആരാ തന്നത്? ത്വരീഖത്തിൽ അങ്ങനെയല്ല, ഇങ്ങനെയല്ല, ശരിയല്ല എന്ന് പറയുമ്പോ രണ്ട് തരത്തിലല്ലേ? ഒന്നുകിൽ ത്വരീഖത്തിൽ അങ്ങനെ
ഇല്ല എന്ന് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ത്വരീഖത്തിന്റെ പുറത്ത് നിന്നിട്ട് സയ്യിദി അഹമ്മദ് തിജാനി തങ്ങളെ നിലപാടിനെ തന്നെ ചോദ്യം ചെയ്യുക. ഇങ്ങനെ രണ്ടാണല്ലോ. ത്വരീഖത്തിന്റെ ഉള്ളിൽ നിന്നും ത്വരീഖത്തിനെ കുറിച്ച് പഠിച്ച ആളാണെങ്കിൽ പറ, ആരാണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ അർഹത നൽകിയത്? തഖ്ദീം നിങ്ങൾക്കുണ്ടോ? എനിക്ക് പറ, ആരാ തന്നത്? ഇത് പറയേണ്ട തിജാനികളല്ലേ. നമ്മളെ ത്വരീഖത്തിലുണ്ടോ ഇല്ലേ എന്ന് പറയേണ്ടത് ആരാണ്? നഖ്ലൻ എങ്കിലും മനസ്സിലായ ഇതിന്റെ സാഹിബ് ആരാണ്? റസൂലുള്ളാഹി അല്ലെങ്കിൽ സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ആണ്. അവർക്ക് മാത്രമാണ്, ഈ രണ്ട് മഹത്തായ സന്നിധികൾക്ക് മാത്രമാണ് ത്വരീഖത്തിന്റെ നിലപാട് കൃത്യമായി പറയാൻ അർഹതയുള്ളൂ. അതേപോലെ തന്നെ ആ മഹാത്മാക്കളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന അവിതർക്കിതമായ മുതവാത്തിറായ അല്ലെങ്കിൽ സ്വഹീഹായ റിവായത്തുകളും ഒക്കെയല്ലേ നമുക്ക് പരിഗണിക്കാൻ പറ്റുള്ളൂ. ആരെങ്കിലും എവിടെന്നെങ്കിലും എങ്ങനെയൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും ത്വരീഖത്തുമായി ബന്ധപ്പെട്ടതല്ല. ഇനി അതല്ല, അങ്ങനെയല്ല, മൂപ്പർക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് മൂപ്പര് ത്വരീഖത്തിനെ തൊടാനാണെങ്കിൽ നീ ആര്? നിങ്ങൾ ആരാണ്? ഇതൊക്കെ പറയാൻ ആരാണ്? ഒരു ത്വരീഖത്തിന്റെ ഷെയ്ഖിന്റെ നിലപാട്, ഒരു ത്വരീഖത്തിന്റെ നിലപാടിനെ സംബന്ധിച്ച് പറയാൻ എന്ത് അധികാരമാണുള്ളത്? ആ ഷർത്തുകൾ മേടിച്ചിട്ടുണ്ടോ? ഒരു ത്വരീഖത്തിന്റെ ഷെയ്ഖിനെയോ ഒരു മുറബിയായ ഷെയ്ഖിനെയോ ഒരു വലിയനെയോ നിരൂപിക്കാൻ ഒരുപാട് നിബന്ധനകളുണ്ട്. ഏത്? ബാഹ്യമായ ജ്ഞാനങ്ങളിൽ തന്നെ എത്രയോ ഇൽമ് കരസ്ഥമാക്കണം. അതുണ്ടെങ്കിലേ അതിനെ ഇന്തിഖാദ് ചെയ്യാനെങ്കിലും, എന്നാ പോലും അത് അദബല്ല, എങ്കിലും അർഹത ഉള്ളൂ. അർഹത അതുപോലും ഇല്ലാത്ത ജ്ഞാനൂലികളാണ്. വെറും മുത്തആലിം അല്ലെങ്കിൽ മുത്തഅല്ലിം മാത്രമാണ് ഇവിടെ ഉള്ള എല്ലാവരും. എന്നിട്ടാണ് ഔലിയാക്കളെ തൊട്ട് കളിക്കാൻ പോണ. അപ്പൊ അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ ഡയലോഗ് പറയാന്നല്ലാതെ ഇതൊന്നും എന്തല്ല, ഇതിനൊന്നും യാതൊരു വിലയും ഇല്ല. അവര് പറയുന്നതിലൊന്നും എന്തില്ല, അടിസ്ഥാനവുമില്ല. മനസ്സിലായ? ഈ ത്വരീഖത്തിന്റെ ശരിയായ നിലപാടുകളെ നമുക്ക് കൈമാറി വരുന്ന സർവ അംഗീകൃതരായ മഹാത്മാക്കളിൽപ്പെട്ട ഹാഫിദ് തിജാനി തങ്ങൾ ഇത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. തിജാനിയത്തിന് ഇങ്ങനെ ഒരു നിബന്ധന ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇനി അത് ശരിയല്ല എന്ന് പറയാനൊന്നും ഏതെങ്കിലും മുത്തഅല്ലിമോ അല്ലെങ്കിൽ മുത്തആലിമോ പറഞ്ഞാൽ ഒന്നും അതൊന്നും എന്താവില്ല, സ്ഥിരപ്പെടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. പറയേണ്ടത് ആരാണ്? അതിനർഹതയുള്ള മഹാത്മാക്കളാണ്. മനസ്സിലായില്ല? അപ്പോ എന്തുകൊണ്ടാണ് തിജാനിയത്തിൽ ഇത് ഞാൻ പറയാൻ പോകുന്ന ഈ വിഷയം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് തിജാനിയത്തിൽ ഇങ്ങനെ ഒരു നിബന്ധന വെച്ചത് എന്ന അന്വേഷണം നല്ലതല്ല. എന്തുകൊണ്ട്? ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും പറഞ്ഞാൽ അതങ്ങനെ അങ്ങ് ചെയ്യുക എന്നുള്ളതാണ് ശരിയായ അദബ്. പക്ഷേ ഒരുപാട് പേര് ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ത്വരീഖത്തിന്റെ ശത്രുക്കള്, വഹാബികളെ പോലുള്ളവർ. ഒന്ന്. രണ്ട്, വഹാബികളല്ലാത്ത സുന്നികൾ തന്നെ പരിശുദ്ധ തിജാനിയത്തിനെ നിന്ദിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ മഹത്തായ ഷർത്തിനെ ഇന്തിഖാദ് ചെയ്യലുണ്ട്. ഇങ്ങനെ രണ്ട് രൂപത്തിലാണ്. മനസ്സിലായ? തിരിയുന്നുണ്ടല്ല? ഇപ്പൊ മൂന്നാമതൊരു വിഭാഗവും ഞാൻ പറഞ്ഞു, ഉള്ളിൽ നിന്നിട്ട് തന്നെ ഇതിനെ അംഗീകരിക്കാൻ കഴിയാത്തൊരു വിഭാഗം ഉണ്ടല്ല, അവരും. അപ്പൊ എന്തിനാണ് സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ തിരു ഹബീബി നിബന്ധന വെച്ചെന്ന് പറഞ്ഞാൽ അറിയില്ല, അതിന്റെ കാരണം അറിയില്ല. പക്ഷേ ഇത്തരം ചോദ്യകർത്താക്കൾക്ക് അവര് സത്യസന്ധമായി അറിയാൻ ആഗ്രഹിച്ചിട്ടാണ് ചോദിക്കുന്നെങ്കിൽ നമുക്ക് അവരോട് പറയാം, ഇതേ നിബന്ധന മറ്റ് ത്വരീഖത്തിന്റെ മശായിഖുമാരും വെച്ചിട്ടുണ്ട്. അവരെ ത്വരീഖത്തിൽ അങ്ങനെ നിബന്ധന വെച്ചതിന്റെ കാരണവും പറഞ്ഞിട്ടുണ്ട്. ആ കാരണം പഠിച്ചാൽ തന്നെ എന്താണ്, അതിൽ മുസല്ലമായ ഒരു കാര്യമാണ്. മനസ്സിലായ? നമ്മളെ ശൈഖ് റളിയല്ലാഹു അൻഹു അതിന്റെ കാരണം നമുക്ക് വ്യക്തമാക്കി തരാത്തിടത്തോളം നമ്മൾ അതിൽ ഇന്തിഖാദ് ചെയ്യാനോ പറയാനോ നമ്മൾ പേടിയാണ് നമുക്ക്. മറിച്ച് ഇതേ നിബന്ധനയുള്ള മഹാത്മാക്കൾ, തസവുഫിന്റെ മഹാത്മാക്കൾ
ഇതിനെ സംബന്ധിച്ച് എന്തിനാണ് ഇങ്ങനെ ഒരു നിബന്ധന വെച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാര്യം പോകുന്ന പോക്ക് രൂപം മനസ്സിലായ തിരിയുന്നുണ്ടല്ല. അത് മഹാൻ പറയാണ്. ആര് മുഹമ്മദ് ഹാഫിദ് തിജാനി കണ്ട. വലൈസ ദാലികൽ ഇഖ്തിസാറു ഇല്ല അദബൻ മിൻ ആദാബി അഹ്ലി തർബിയ വദാലിക. അങ്ങനെ തർബിയത്തിന്റെ അഹ്ലികാർ ഇങ്ങനെ അവരെ മുരീദുമാരെ സിയാറത്തിനെ പരിമിതപ്പെടുത്തുക എന്ന നിബന്ധന വെച്ചത് എന്തിനാണ്? അതിന്റെ കാരണം മഹാൻ പറയാൻ പോവുകയാണ്. അന്ന ശൈഖ ഹുവ ത്വബീബ് അൽ ഹഖ്. കാരണം ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അവരാണ് യഥാർത്ഥ വിഷഗ്വരൻ എന്ന് പറഞ്ഞാല് ത്വബീബ്, ഡോക്ടർ. ഹക്കായ ഡോക്ടർ ആരാണ്? യഥാർത്ഥത്തില് ഷെയ്ഖാണ്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മുരീദ് അഹ്ലുൽ മഹ്ജൂബ് എന്നൊക്കെ പറഞ്ഞാല്, അഹ്ലുൽ ഹിജാബ് എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ ഒരുപാട് കുറവുകളും ന്യൂനതകളും രോഗങ്ങളും ആത്മീയമായ രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് മുരീദുമാര്. ഈ രോഗം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരുമായി ബന്ധപ്പെടുന്നത്? ഷെയ്ഖുമായി ബന്ധപ്പെടുന്നത്. അപ്പൊ ഷെയ്ഖ് ഒരു ഡോക്ടറാണ്, ഒരു വൈദ്യനാണ്, ശരിയായ വൈദ്യർ, വിഷഗ്വരനാണ്. അവർക്കറിയാം എന്താണ് നമ്മളെ രോഗമെന്ന്. ആ രോഗത്തിനെ എങ്ങനെ ചികിത്സിക്കണമെന്ന് ആർക്കറിയാം? ഷെയ്ഖിനറിയാം. എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ല എന്നും ആർക്കറിയാം? നിങ്ങൾ ഇന്നല്ലേ ഹബീബ് എന്തും കഴിച്ചോ എന്ന് പറയും. എന്തും കഴിച്ചോ. പ്രത്യേകിച്ച് പിന്നെ നമ്മളെ അലോപ്പതിയിലൊക്കെ അപൂർവമാണ് അത് കഴിക്കല്ലേ ഇത് കഴിക്കല്ലേ എന്നൊക്കെ പറയും. ഇപ്പൊ പറഞ്ഞു തുടങ്ങി. പണ്ടൊക്കെ, അതായത് ശ്രദ്ധിക്കണം നിങ്ങൾ, ഈ ആയുർവേദത്തിലൊക്കെ മരുന്നുണ്ടോ പഥ്യവും കാണും. മരുന്നുണ്ടോ പഥ്യവും കാണും. പഥ്യം എന്ന് പറഞ്ഞാൽ ഇന്നാൽ ഇന്നതേ കഴിക്കാവൂ, ഇന്നത് കഴിക്കരുത് എന്നവര് നിർണയിച്ച് തരും. അത് തെറ്റിച്ച വലിയ വലിയ രോഗങ്ങളിലേക്ക് അത് മാറും. ഇപ്പൊ ഇംഗ്ലീഷിലും ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ ആവട്ടെ, അവര് നിർണയിക്കുക ഇത് കഴിക്കരുത് ഇത് കഴിക്കരുത് ഇന്നാലിന്ന രോഗത്തിന്. അത് ശറഇൽ ഹറാമില്ലല്ലോ. കഴിക്കുന്നതിന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോ നമ്മൾ എന്താ മറുപടി പറയാ? ഉദാഹരണം, മൈദ കഴിക്കരുത് അല്ലെങ്കിൽ പഞ്ചസാര കഴിക്കരുത് എന്നൊരു ഡോക്ടർ പറഞ്ഞാൽ, ഒരു വൈദ്യര് പറഞ്ഞാൽ ശറഇൽ അത് ഹറാമില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങളത് പറയും എന്ന് ചോദിക്കോ? അങ്ങനെ ചോദിക്കോ? ഇല്ല. അത് അവിടെ കഴിച്ചാല് നമ്മളെ രോഗം കൂടാൻ സാധ്യത ഉണ്ട്. കാരണം രോഗത്തെ കൂട്ടാൻ പല ഭക്ഷണങ്ങൾക്കും കഴിവുണ്ടാവും, ഇല്ലേ? ഇമാം ബുർദയിൽ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, എന്താണ്? വറാഇഹ വഹിയ ഫിൽ അഅമാലി സായിമത്തുൻ വഇൻ യസ്തഹല്ലത്തിൽ മർആ ഫലാ തുസിനി കം ഹസ്സനത് ലദ്ദതൻ ലിൽമർഇ ഖാതിലതൻ മിൻ ഹൈസു ലം യദ്രി അന്ന സുമ്മ ഫിദ്ദസം. എത്ര നല്ല നല്ല കാര്യങ്ങളാണ് നഫ്സ് നന്നാക്കി കാണിച്ചു തരിക. യഥാർത്ഥത്തിൽ ആ നല്ല കാര്യങ്ങൾ നമുക്ക് നന്നാക്കി കാണിച്ചു തരുമ്പോൾ നമുക്കത് നല്ലതായിട്ട് തോന്നും. പക്ഷെ അത് നമ്മളെ നാശത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുക. എത്രയോ സൽക്കർമ്മങ്ങൾ നഫ്സ് പറയും ചെയ്. നമ്മൾ വിചാരിക്കും നല്ല കാര്യമാണല്ലോ. നമ്മള് ആതുര സേവനം, സാമൂഹ്യ സേവനം, ജനങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ല കാര്യമല്ല. യഥാർത്ഥത്തിൽ നഫ്സ് അതിലൂടെ ഉദ്ദേശിക്കുന്ന എന്താണ്? ജനങ്ങളുടെ ഇടയിലുള്ള ഇവന്റെ സ്വീകാര്യതയും ഇവന്റെ പ്രശസ്തിയും കൊടുക്കുക, അങ്ങനെ ഇവന് കിബിർ എത്തിക്കുക എന്നതായിരിക്കും ആരെ ഉദ്ദേശം? നഫ്സിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് എത്ര നല്ല ഭക്ഷണങ്ങളിലാണ് എന്തുണ്ടാവുക? വിഷം ഉണ്ടാവുക. മനുഷ്യനെ കൊല്ലുന്ന വിഷം നല്ല ഭക്ഷണത്തില്, ഏത് കൊഴുപ്പില്. അത് ഭക്ഷണം നല്ലതായിരിക്കും, പക്ഷെ അതില് ചിലപ്പോൾ മനുഷ്യനെ കൊല്ലണം എന്തുണ്ടാവും? വിഷം ഉണ്ടാവും. അപ്പോ ഒരു ശരിയായ വിഷഗ്വരന് മാത്രമേ അറിയൂ എന്താണ് ഇവൻ കഴിക്കേണ്ടത്, എന്താണ് ഇവൻ കഴിക്കാൻ പാടില്ലാത്തത് എന്നതുപോലെ അശ്ശൈഖ് ഹുവ ത്വബീബ് അൽ ഹഖ്.
ഒരു ശരിയായ ഡോക്ടറാണ്, സത്യസന്ധനായ ശരിയായ കൃത്യമായ ഡോക്ടറാണ് ആര്? ഷെയ്ഖ്. അല്ലദീ, എങ്ങനെയുള്ള ഷെയ്ഖ്? അത്ലഅഹു അല്ലാഹു അലാ മവാത്തിനിൻ നഫ്ഇ അൽ മഖ്സൂമതി ലിൽ മുരീദ്. മുരീദിന് അള്ളാഹു ഭാഗിച്ചു വെച്ചിട്ടുള്ള ഉപകാരങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുള്ള ആളാണ് ആര്? മുരീദിന് എവിടെ കൂടെയൊക്കെ ഖൈറ് വരും, എവിടെ കൂടെയൊക്കെയാണ് അവന് കുറെ കാര്യങ്ങൾ അള്ളാഹു ഉപകാരം മാറ്റി വെച്ചിട്ടുണ്ടാവില്ല ഓരോ മുരീദിനും. ആ മുരീദിന് കിട്ടേണ്ട ഉപകാരങ്ങളും ഗുണഗണങ്ങളും എവിടെ നിന്നാണ് കിട്ടുക എന്ന് അള്ളാഹു നേരത്തെ തന്നെ ആർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടാവും? ഷെയ്ഖിന് അറിയിച്ചു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ശരിയായ തൊബീബാണ് ആര്? ഷെയ്ഖ്. അപ്പൊ ഷെയ്ഖിന് അറിയാം ഇവനിക്ക് എന്തുമായി ബന്ധപ്പെട്ടാലാണ് ഖൈറ് വരിക, എന്തുമായി ബന്ധപ്പെടാതിരിക്കുമ്പോഴാണ് ഖൈറ് വരിക, എന്തുമായി ബന്ധപ്പെടുമ്പോഴാണ് ഷർറ് വരിക, എന്തുമായി ബന്ധപ്പെടാതിരിക്കുമ്പോഴാണ്. ഇതൊക്കെ ഷെയ്ഖിന് നല്ലപോലെ അറിയാം. മനസ്സിലായ? അങ്ങനെ ഇതറിയാന്നുള്ളത് കൊണ്ട് ഫയുശ്ഗിലുഹു ബിസിയാറതി മൻ അലിമ മിൻ ത്വരീഖിൽ തഅരീഫി അൽ ഇലാഹിയ്യ സാബിത്ത്, അഥവാ ഇലാഹിയായ മാർഗേണ, അതും സ്ഥിരപ്പെട്ട, തോന്നിച്ചയല്ല. ഈ പലർക്കും പലതും കാണുമ്പോൾ അവർക്കൊന്ന് തോന്നും ഇത് കശ്ഫാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അങ്ങനെയല്ല. ഈ കശ്ഫ് ശരിയായ കശ്ഫാണ് എന്ന് തിരിച്ചറിയാവുന്ന മഹാത്മാക്കളാണ് ആര്? മഫ്തൂഹുൻ അലൈഹിയായ മഹാത്മാക്കളും. അപ്പോൾ അവര് ശരിയായ ഇലാഹിയായ വിവരങ്ങളിലൂടെ ആ അള്ളാഹു ഇവർക്ക് അറിയിച്ചു കൊടുക്കുന്ന ആ മാർഗത്തിലൂടെ, ശരിയായ മാർഗത്തിലൂടെ ഇവർക്ക് ആരെയൊക്കെ മുരീദ് സിയാറത്ത് ചെയ്യണമെന്നിവര് അറിയായിരിക്കും. അവരെ സിയാറത്ത് ചെയ്യുന്നതിലായിരിക്കും ഷെയ്ഖ് മുരീദിനെ എന്താക്കുക? വ്യാപൃതമാക്കുക. മനസ്സിലായില്ല? അഥവാ ഒരിക്കൽ കൂടി, ഷെയ്ഖിനറിയാം മുരീദിന് അള്ളാഹു മാറ്റി വെച്ചിട്ടുള്ള ഉപകാരങ്ങൾ ഏതൊക്കെയാണെന്ന്. അത് അള്ളാഹു തന്നെ കൃത്യമായി ഇവർക്ക് അറിയിച്ചു കൊടുക്കുന്ന മാർഗേണ ഇവര് അതറിയുകയും ചെയ്യും. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ അവരെ മുരീദുമാരെ ഇന്നാലിന്ന ഭാഗവുമായി നിങ്ങൾ ബന്ധപ്പെടണം, അതിൽ മാത്രം ബന്ധപ്പെട്ടാൽ മതി എന്നൊക്കെ അവര് പറയും. കാരണം അവർക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ടാൽ എന്തുള്ളൂ? ഉപകാരമുള്ളൂ. അതല്ലാത്തതുമായി ബന്ധപ്പെട്ട ഉപകാരം കിട്ടൂലെന്ന് അറിയാൻ കഴിയും. അപ്പൊ അവരെന്ത് ചെയ്യും? ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത മാർഗേണ മുരീദിന്റെ ഉപകാരങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കിയ മശായിഖുമാർ അവരെ മുരീദുമാരെ ആ ബന്ധങ്ങളിൽ മാത്രമേ തുടരാൻ എന്താവുള്ളൂ? സമ്മതിക്കുള്ളൂ. മനസ്സിലായ? ഇതുകൊണ്ടാണ് ഇന്നവരെ മാത്രം സിയാറത്ത് ചെയ്താൽ മതി എന്ന് പറയുന്നത്. മനസ്സിലായത്? ഷെയ്ഖ് എന്താക്കും? വ്യാപൃതമാക്കും മുരീദിനെ ബിസിയാറത്തി മൻ, ഒരാളെ സിയാറത്ത് ചെയ്യുന്നതിലേക്ക് മാത്രമാക്കി വ്യാപൃതമാക്കും. ആരാണ് ഒരാൾ? അലിമ ഷെയ്ഖ് മനസ്സിലാക്കും മിൻ ത്വരീഖി തഅരീഫിൽ ഇലാഹിയ്യ സാബിത്തി, സ്ഥിരപ്പെട്ട ഇലാഹിയായ അറിവിന്റെ മാർഗേണ ഷെയ്ഖിന് അറിയാം ഒരാളെ കുറിച്ച്. അവരെ സിയാറത്ത് ചെയ്യുന്നതിലേക്ക് മാത്രമായി മുരീദിനെ വ്യാപൃതമാക്കും. എന്താണ് ഷെയ്ഖ് അറിയാവുന്നത്? അന്നല്ലാഹ ഖദാ ലഹു അൽ മൻഫഅത അലാ യദൈ, ഈ മഹാനിലൂടെ ഉപകാരം അവന് ലഭിക്കും എന്ന് ഷെയ്ഖ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ പോയി സിയാറത്ത് ചെയ്യാൻ പറയും. കണ്ട? അപ്പോ ആകത്തുക എന്താണ്? ഷെയ്ഖ് മറ്റ് തിജാനിയത്തിലെ മറ്റു മഹാത്മാക്കളും സിയാറത്തിനെ പരിമിതപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനവർ കാരണം പറഞ്ഞ എന്താണ്? ഷെയ്ഖിനറിയാം എവിടെ നിന്നൊക്കെ ഖൈറ് വരുമെന്ന്. അപ്പൊ മുരീദിന് ഖൈറ് കിട്ടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയ ഷെയ്ഖ് അവരുമായിട്ട് ബന്ധപ്പെടാൻ മാത്രമായി കൽപ്പിക്കും. അവരുമായിട്ട് വ്യാപൃതമാക്കാനായിരിക്കും ഷെയ്ഖ് എന്താവുക?
ഉപദേശിക്കുക. കാരണം ഷെയ്ഖൻ അല്ലാഹു തആല അത് അറിയിച്ചു കൊടുക്കും. മനസ്സിലായ? ഇതാര് പറഞ്ഞതാണ്? ദക്കറഹു അൽ ആരിഫു ശഅറാനിയു. ഇതാര് പറയാണ്? മുഹമ്മദ് അൽ ഹാഫിദ് തിജാനി തങ്ങൾ പറയാണ്. ഇത് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ഇതിന്റെ കാരണമായി പറഞ്ഞതാണെന്ന്. കണ്ട, ഒരുപാട് കാരണങ്ങളുണ്ട്. മൻഉ സിയാറയ്ക്ക് ഒരുപാട്, അതായത് സിയാറത്തിനെ ഷെയ്ഖ് പറഞ്ഞ മഹാത്മാക്കളിലേക്ക് പരിമിതപ്പെടുത്തുന്നതിന് മശായിഖുമാർ പല കാരണങ്ങൾ പറഞ്ഞു. അതിലെ ഒരു കാരണമാണിത്. ഷെയ്ഖിനറിയാം അല്ലാഹു തആല അറിയിച്ച വാതിലിലൂടെ എവിടെ നിന്നൊക്കെയാണ് മുരീദിന് ഖൈർ വരിക എന്നുള്ളത്. അപ്പോ ആ വഴികളിൽ മാത്രമേ ബന്ധപ്പെടാൻ ആര് സമ്മതിക്കൂ? ഇത് പറഞ്ഞതാര്? ഇമാം ഷഅറാനി. എവിടെ പറഞ്ഞു? അത് മഹാൻ ഖസ്ദുസ് സബീലിൽ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. മഹാനവർകൾ ഇത് പറഞ്ഞത് അൻവാറുൽ ഖുദ്സിയ്യ ഫി മഅരിഫത്തി ഖവാഇദിസ് സൂഫിയ്യ ആ കിതാബിലാണ് പറഞ്ഞിട്ടുള്ളത്. ومن شأن المريد دوام ربط قلبه مع الشيخ والانقياد له ورؤية اعتقاده أن الله تعالى جعل جميع إمداده لا يخرج إلا من باب شيخه എന്ന് പറയുന്ന ആ ഭാഗത്ത് മഹാനവറുകൾ വളരെ വ്യക്തമായിട്ട് ഈ വിഷയം പറയുന്നുണ്ട്. അൽ അൻവാറുൽ ഖുദ്സിയിൽ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇനി ഇത് മാത്രമല്ല, വേറെയും കാരണങ്ങളുണ്ട്. ഒരു കാരണമാണ് പറഞ്ഞത്. ഇനി എന്നിട്ട് അവിടെ വെച്ച് ഈ ഒരൊറ്റ കാരണം കൊണ്ട് ആര് മതിയാക്കിയാണ്? ബഹുമാനപ്പെട്ട മുഹമ്മദ് അൽ ഹാഫിദ് തിജാനി തങ്ങൾ ഇതിന്റെ പല കാരണങ്ങൾ ഒരു കാരണം പറഞ്ഞ് മതിക്കുക. അത് തന്നെ മാഷാഅല്ലാഹ് മതിയാവോളമാണ്. ഇനി അതല്ലാത്തത് ഉണ്ട്, എന്നാലും ഇതാണ് ഒരെണ്ണമായിട്ട് പറഞ്ഞത്. എന്നിട്ട് മഹാൻ പറയുന്നു, വഖദ് അദിന ശൈഖു സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു വഅന്ന ബിഹി ലിഅസ്ഹാബിഹി ഇദ്നൻ ആമ്മൻ ഫി സിയാറത്തി അസ്ഹാബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്വാനി മിൻ ത്വരീഖത്തി. ഷെയ്ഖ് പറഞ്ഞവരിലേക്ക് മാത്രമായി സിയാറത്തിനെ പരിമിതപ്പെടുത്തണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു സമ്മതം നൽകിയത് ആരെയാണ്? അത് മഹാൻ വ്യക്തമാക്കുന്നുണ്ട്. ആരെ? മഹാനവർക്ക് സമ്മതം നൽകിയത് അള്ളാഹുവിന്റെ തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാനാണ്. അതേപോലെ തന്നെ ഈ ത്വരീഖത്തിന്റെ ഇഖ്വാനീങ്ങളെയും സിയാറത്ത് ചെയ്യാൻ. എങ്ങനെയുള്ള സിയാറത്ത്? ഇദ്നൻ ആമൻ, നിരുപാധിക സമ്മതം. ആ സമ്മതത്തിന് ഇങ്ങനെ ഇതൊക്കെ പറ്റും, ഇതൊക്കെ പറ്റൂല, ഈ രൂപത്തിൽ സിയാറത്ത് ചെയ്യും, ഈ രൂപത്തിൽ സിയാറത്ത് ചെയ്യാൻ പറ്റൂല എന്നൊന്ന ഒരു വേർതിരിവോ ഒരു പരിമിതപ്പെടുത്തലോ ഒരു നിർണയിക്കലോ ഒരു ഷർത്തോ ഒന്നും വെച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അസ്ഹാബികളെയും തിജാനിയ ഇഖ്വാനികളെയും മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാ നിലയ്ക്കും നിങ്ങൾ സിയാറത്ത് ചെയ്യുവാനുള്ള സമ്മതം ആര് തന്നിട്ടുണ്ട്? നമുക്ക്. അപ്പോ സിയാറത്ത്, ഇസ്തിഗാസ, ഇസ്തിശ്ഫാ, ഇസ്തിൻജാദ്, തവസ്സുൽ, തബറുക്ക് ഒക്കെ പറ്റും. എല്ലാം പറ്റും, ഒന്നും തടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായ? നമ്മൾ ഒന്നുകിൽ സിയാറത്ത് വെറുതെ ഒരു മക്കാമ് കാണലായിരിക്കും. അതിലൂടെ ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊക്കെ മരണപ്പെടും, ഈ ലോകം നശ്വരമാണെന്നുള്ള ബോധം കിട്ടുമല്ലോ, ചുരുങ്ങിയത്. അതിന് മുകളിൽ ആ മഹാന്റെ അടുത്ത് നമ്മൾ പോയി സിയാറത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം അള്ളാഹുവിൻ്റെ ഒരു വലിയനെ സന്ദർശിച്ചതിൻ്റെ പ്രതിഫലം. അതിനു മുകളിൽ ഇസ്തിഗാസ, അവരോട് നേരിട്ട് സഹായം ചോദിക്കുന്ന, ഏതുപോലെ നമ്മൾ പരസ്പരം സഹായം ചോദിക്കും പോലെ എന്തെല്ലാം ചോദിക്കാൻ പറ്റും അതൊക്കെ ചോദിക്കാം. എന്ത് ചോദിച്ചൂടെ? അവർക്ക് നമ്മൾ സാധാരണ നമ്മളൊരു ഉമ്മ വാപ്പ ഷെയ്ഖിനോട് സഹോദരങ്ങളോട് എന്തെല്ലാം അവർക്ക് കഴിയുമെന്ന് നമുക്കറിയോ അതൊക്കെ ചോദിക്കാം. കാരണം അവർ മരിച്ചവരാ. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. കണ്ട, ഔലിയാക്കളാണ്. അവർ വഫാത്തായിട്ടില്ല, അവർ കേൾക്കും, നമുക്ക് ബന്ധപ്പെടാൻ പറ്റും, എന്തും നമുക്ക് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇസ്തിശ്വാ, അള്ളാഹുവിനോട് നമുക്ക് വേണ്ടിയിട്ട് ദുആ ഇരക്കണം, ഇന്നാലിന കാര്യം ചെയ്തു തരണം. ഇസ്തിശ്വാ, തവസ്സുൽ, അല്ലാഹ് ഈ മഹാത്മാക്കളെ കൊണ്ട് ഇന്നാലിന കാര്യം ചെയ്തു തരണേ. തബറുക്ക്, അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ബർക്കത്തുകളെ നമ്മൾ തൊട്ട് തടവിയിട്ടോ
നമ്മളെ സാധനങ്ങൾ അതിന്മേൽ വെച്ചിട്ടോ ആ ബർക്കത്തിനെ നമുക്കും കൂടി ബന്ധപ്പെടുത്തിയെടുക്കുക ഒക്കെ പറ്റും. ഇസ്തിൻജാദ്. അതേപോലെ തന്നെ നമ്മൾ രക്ഷയെ തേടുക. എന്തെങ്കിലും ഒരു അസുഖമോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ആ മഹാനുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അവർ ഇജാസത്ത് കൊടുത്ത പിന്നെ കറാമത്ത് മുഖേന നമുക്ക് എന്താക്കാം, ബന്ധപ്പെടാം. മനസ്സിലൊക്കെ പറ്റും. അപ്പോ അതാരൊക്കെയാണ്? അസ്ഹാബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്ഹാബു ത്വരീഖ അത്തിജാനി റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാൻ പറയുന്നു, മിമ്മ ലാ യഹ്താജു ലിദിക്രിൻ അന്നൽ അംബിയാ അലൈഹിമുസ് സ്വലാത്തു വസ്സലാം ഔലാ മിൻ ഗൈരിഹിം ബിസിയാറത്തി വൽ ഇസ്തിൻദാദ്. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല അമ്പിയാക്കളെ കാര്യം പറയലും. നമ്മളെ വിഷയം ഔലിയാക്കളാണല്ലോ. അമ്പിയാക്കള് ഈ വിഷയത്തിൽപ്പെട്ടല്ലേ, അവര് ഔലിയാക്കൾക്കൊക്കെ മുകളിലാണ്. അവരെടുത്ത് പറയണ്ട. അവരിൽ സിയാറത്തിന്റെ എന്തില്ല, പരിമിതപ്പെടുത്തുക എന്നുള്ള വിഷയം അവരുമായിട്ട് ബന്ധിക്കുന്നില്ല. ഔലിയാക്കളെക്കാൾ എന്തുകൊണ്ടും സിയാറത്ത് എല്ലാ നിലയ്ക്കും, ഇസ്തിംദാദും സിയാറത്ത് ഇസ്തിംദാദും മറ്റുള്ള ആരെക്കാളും നമുക്ക് ചോദിക്കാൻ ബന്ധപ്പെട്ടത് ആര് തന്നെയാണ്? അമ്പിയാക്കളാണ്. അതുകൊണ്ട് അവരെ കാര്യം എടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അല്ലാതെ തടയപ്പെട്ടത് കൊണ്ടൊന്നുമല്ല. ഔലിയാക്കളിൽ ആര് മാത്രമേ പറ്റുള്ളൂ? ആര്? അസ്ഹാബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിജാനി മഹാത്മാക്കളും. ഇത്രയും പറഞ്ഞ് ഖസ്ദു സബീലിന്റെ ഇബാറത്ത് മഹാനവറുകൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഇതാണ് ത്വരീഖത്തിന്റെ നിലപാട്. ഇനി ഇതില് കടത്തിക്കുട്ടിയ, ഇതിനെ വക്രീകരിക്കാൻ നോക്കിയ ആൾക്കാർക്ക് മറുപടി എന്നോളം ഫസ്ലുൽ മഖാലിൽ മഹാനവറുകൾ കുറച്ചുകൂടെ വിശദമായി കൈകാര്യം ചെയ്യണം. അവിടെ നമ്മളെല്ലാം ചർച്ച ചെയ്യും. ഇതിലെ ഓരോരുത്തരും എന്തെല്ലാം തരത്തിലാണ് ഇതിനെ ചോദ്യം ചെയ്തത്, വക്രീകരിക്കാൻ നോക്കിയത്, അതിനെല്ലാം മഹാനവറുകൾ പഴുതടച്ച് നക്കലുകൾ കൊണ്ടും അഖലുകൊണ്ടും മഹാനവറുകൾ പഴുതടച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് നോക്കാം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.